നമസ്കാരം. കേരളത്തിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടും മന്ത്രിസഭയിലെ ഒരു സീനിയർ നേതാവാണ്. കോൺഗ്രസ്സിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. യോഗ്യത കൊണ്ട് മുഖ്യമന്ത്രി തന്നെ ആവേണ്ട വ്യക്തിയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായത് എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്താണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം പ്രവർത്തന രീതി കൊണ്ടും വളരെ ചെറുപ്പത്തിൽ MLAയും ഗ്രാമവികസന മന്ത്രിയൊക്കെ ആയിട്ടുള്ള KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്, അഖിലേന്ത്യാ പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റ്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ്, KPCC പ്രസിഡൻ്റായി ദീർഘകാലം സേവനം ചെയ്ത ആൾ, അതും വളരെ നല്ല രീതിയിൽ ആ കാലഘട്ടങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നല്ല രീതിയിൽ വിജയം പാർട്ടിക്ക് സമ്മാനിച്ച ഒരു KPCC പ്രസിഡൻറ്റും ഒക്കെയായ അദ്ദേഹത്തിന് കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി കുറേ കാലം. പിന്നീട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വളരെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അവസാന കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായി ചാർജ് എടുക്കുന്നത്. അതും ഉമ്മൻചാണ്ടിക്ക് താല്പര്യമുള്ള വേറെ ഒരുപാട് ആൾക്കാർ ആ മന്ത്രിസഭയിൽ തന്നെ നിലനിൽക്കുമ്പോൾ, ഉമ്മൻചാണ്ടിയുടെ കസേര പിടിക്കാൻ നോക്കിയ ആൾ തന്നെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ആ പോസ്റ്റിലേക്ക് രമേശ് ചെന്നിത്തല കയറി വരികയാണ് ചെയ്തത്. അതും NSS ജനറൽ സെക്രട്ടറിയുടെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ്. അദ്ദേഹം താക്കോൽ സ്ഥാനത്ത് ഒരു NSSൻ്റെ ആൾ വരണമെന്ന ശക്തമായ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുകയും ഇടപെടലുകളും നടത്തിയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല അന്ന് ആഭ്യന്തരമന്ത്രിയായി വന്നത്. ആഭ്യന്തരമന്ത്രിയായി വന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് കുബേര. അതായത് ഇവിടെ പണം കടം കൊടുത്ത് മനുഷ്യനെ വലയിലാക്കുന്ന, അതായത് അവനെ അങ്ങ് നശിപ്പിച്ച് കളയുന്ന ഒരു വലിയ സിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇവിടെ ഇപ്പോഴുള്ള പല പ്രൈവറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ തുടക്കം ഇത്തരത്തിലുള്ള വേലകൾ ഒപ്പിച്ചിട്ടാണ് ഇന്നവർ ലൈസൻസോടുകൂടി ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള ഏത് മനുഷ്യനും പകൽ വെളിച്ചം പോലെ അറിയാവുന്ന കാര്യമാണ്. ആ സമയത്താണ് കൂടുതൽ ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് മണി കൊടുത്ത് അവരുടെ വസ്തുക്കൾ എഴുതി വാങ്ങിയും അവരെ തന്നെ എഴുതി വാങ്ങിയും ഒരുപാട് കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടക്കുന്ന വളരെ വൃത്തികെട്ട ഒരു സംഭവം സമൂഹത്തിൽ നടക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ കുബേര എന്ന ഒരു പദ്ധതി അന്ന് നടപ്പാക്കിയത്. കുറേ ആൾക്കാരെ അന്ന് പിടിക്കാനൊക്കെ പറ്റി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അതിൽ നമുക്ക് വളരെ അടിസ്ഥാനപരമായി പഠിക്കാൻ ശ്രമിച്ചാൽ അതിൽ ഒരു വലിയ തോൽവി തന്നെ, അതായത് ഫെയിലിയർ തന്നെ ആ നിയമം നടപ്പാക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ മണി കടം കൊടുക്കുന്ന ചെറുകിട ആൾക്കാരാണ് അതിൽ കുടുങ്ങിയിട്ടുള്ളൂ. വൻകിടക്കാരും തന്നെ അതിൽ കുടുങ്ങാനും വന്നിട്ടില്ല, കുടുക്കിയിട്ടുമില്ല എന്നതാണ് അതിൻ്റെ സത്യം. അതിപ്പോഴും ആ നിയമമുണ്ട്, അതിപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. അത് ഒരു പരിപൂർണതയിലേക്ക് ആ നിയമം എത്തിയില്ല എന്നതാണ് ദുഃഖകരമായ സംഭവം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും UDF മന്ത്രിസഭ 10 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ആഭ്യന്തരമന്ത്രിയായി ഇതേ രമേശ് ചെന്നിത്തല വർക്ക് ചെയ്യുമ്പോൾ, സത്യത്തിൽ മുഖ്യമന്ത്രി ആകേണ്ട വ്യക്തിയായിരുന്ന രമേശ് ചെന്നിത്തല
അതിലെ പ്രധാന ഒരു വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് വീണ്ടും കുബേര നടപ്പാക്കിയ പോലെ തൂഫാൻ നടപ്പാക്കി. അത് മയക്കുമരുന്നിനെതിരെയായിട്ടുള്ള ഒരു പടയോട്ടം തന്നെയാണ്. വളരെ പ്രശംസനീയമായ ഒരു സംഭവമാണ്. ലോകരാജ്യങ്ങൾ തന്നെ വളരെ ശക്തമായിട്ട് നിയമങ്ങൾ നടപ്പാക്കി ഇതിനെ നിരോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു തുഫാൻ വേട്ട നടപ്പാക്കാൻ രമേശ് ചെന്നിത്തല എടുത്ത തീരുമാനം വളരെ പ്രശംസനീയം തന്നെയാണ്. പക്ഷേ അവിടെയും കുബേര പോലെ തന്നെ നമുക്ക് കാണേണ്ടി വരികയാണ്. ഇവിടെ അറസ്റ്റ് ചെയ്യുന്നത് ആ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ 2 പൊതി 3 പൊതി 4 പൊതി 500 ഗ്രാം 200 ഗ്രാം 1 കിലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നവരെയും ഉപയോഗിക്കുന്നവരെയും മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നോട്ട് ചെയ്യണം. കാരണം ഈ മയക്കുമരുന്ന് വേട്ട മുഴുവനായി പിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഹോൾസെയിലറെ പിടിക്കണം. അവനെ ഇതുവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. ഇത് കൈമാറി ഇടനിലക്കാരെ മാത്രമാണ്, ഉപയോഗിക്കുന്നവരെയുമാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോരാ, ഒരു ഉപയോഗിക്കുന്ന ആളെ പിടിച്ചാൽ, അയാൾക്ക് കൊടുത്ത ആളെ പിടിച്ചാൽ, അതിൻ്റെ മുകളിൽ കൊടുത്ത ആളെ പിടിച്ചാൽ, അതിൻ്റെ മുകളിലുള്ള ആളെ പിടിച്ചാൽ, അങ്ങനെ ആ മുകളിലെത്താനുള്ള ചങ്കൂറ്റം, ആർജവം ആഭ്യന്തരമന്ത്രി ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം, ചെയ്യിക്കണം. അല്ലാതെ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച പോലെ, നിങ്ങളുടെ മുന്നത്തെ ആഭ്യന്തരമന്ത്രി അന്വേഷിച്ച പോലെ അവസാനത്ത് നിന്ന് തുടങ്ങി ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ അവിടെ നിൽക്കും, പിന്നെ മുകളിലോട്ടില്ല. കേസ് അവിടെ അവസാനിച്ചു, FIR ക്ലോസ് ചെയ്ത് കോടതിയിൽ പോയി. ഇത് തന്നെയല്ലേ അന്ന് താത്ത മദ്യ ദുരന്തത്തിലുമുണ്ടായത്. താത്തയെ പിടിച്ചു, മണിച്ചനിലെത്തി, കേസ് അവിടെ നിന്നു, അതിൻ്റെ മുകളിലേക്ക് അത് പോയില്ല. ഇത്തരത്തിൽ സമൂഹത്തിൽ കാട്ടിക്കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. ഒരു നിയമം ശക്തമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് തന്നെ നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചങ്കൂറ്റം കാണിക്കണം, ആർജവം കാണിക്കണം. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് വീണ്ടും ഞാനൊരു പുതിയ നിയമം കണ്ടു. അതായത് അഴിമതി നിർത്താനായിട്ട്, കൈക്കൂലി, അഴിമതി, കള്ളത്തരങ്ങളൊക്കെ നിർത്താനായിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലെ വിജയിയെ കണ്ടപ്പോൾ ആ വിജയിയുടെ ചില പോളിസികളെ എടുത്തു പറഞ്ഞുകൊണ്ട്, വിജയിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ വിസിലിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു നിയമം നടപ്പാക്കി. അതായത് തമിഴ്നാട്ടിലെ ഇലക്ഷൻ സമയത്ത് വിജയിൻ്റെ ആൾക്കാർ വിസിലടിച്ച് നടന്ന മാതിരി ഇവിടെ കേരള പോലീസിന് ഇപ്പോൾ വിസിൽ കൊടുത്തിരിക്കുകയാണ്. ഈ വിസിലടിച്ചുകൊണ്ട് ഇവിടെ കൈക്കൂലിയും കരിഞ്ചന്തയും ചെയ്യുന്നവരെ പിടിക്കാനായിട്ടൊരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. പല ഓഫീസുകളിലും നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്, കൈക്കൂലി വാങ്ങി ആ വെള്ളത്തിൽ കൈമുക്കുമ്പോൾ വയലറ്റ് നിറം വന്ന് അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട്, ഓരോ മാസവും എത്രയോ കേസുകൾ നമ്മൾ കാണുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ ആ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ഇത് കർശനമായിട്ട്, ഇത് കുബേര നടപ്പാക്കിയ പോലെ അല്ലെങ്കിൽ തൂഫാൻ നടപ്പാക്കിയ പോലെ വിസിലും ഇത് ചുറ്റിപ്പോകുന്ന തരത്തിലായി മാറാതെ കർശനമായിട്ട് അത് നടപ്പാക്കിക്കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാക്കി മാറ്റാൻ ശ്രമിക്കണം. അല്ലാതെ പൊതുഖജനാവിൽ നിന്ന് പൊതുസ്വത്തെടുത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഉദ്യോഗസ്ഥന്മാർക്ക് താൽക്കാലിക പണി കൊടുത്തതുകൊണ്ട് ആ പ്രശ്നം തീരില്ല. 1 or 2 വലിയ ആൾക്കാരെ പിടിച്ച് കർശനമായ നിയമം നടപ്പാക്കി കൊടുക്കണം. സർവീസിൽ നിന്ന് പറഞ്ഞു വിടുന്ന സസ്പെൻഷൻ പോരാ. ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും കൊടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ സസ്പെൻഷനാണ്. 6 മാസമോ 1 കൊല്ലമോ. അത് കഴിഞ്ഞാൽ അവൻ ആ 6 മാസം ശമ്പളവും അതിൻ്റെ സീനിയോറിറ്റിയും ഒക്കെ പിടിച്ചു വാങ്ങി അടുത്ത സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യും. ഇത്തരത്തിലുള്ള ശിക്ഷ കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ തൃശ്ശൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ കൊള്ള അറിയാലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇടുക്കി ബാങ്കിൽ, കോപ്പറേറ്റീവ് ബാങ്കിൽ കോടികളിലെ കൊള്ള കഥ പുറത്തു വരുന്നു. ഇതൊക്കെ കുബേരയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. അതുമാതിരി മയക്കുമരുന്ന് വലിയ റിപ്പോർട്ടുകൾ പ്രൈവറ്റ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ താഴെ ഉപയോഗിക്കുന്നവരെയും കൊടുത്തവരെയും മാത്രമേ പിടിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് വിസിലടിക്കാൻ തീരുമാനിച്ചാൽ ആ വിസിലടി
കൈക്കൂലി കൊടുത്ത് ഇവിടെ കാര്യങ്ങൾ നടത്തുന്ന ആ കൈക്കൂലി കൊടുക്കുന്നവനെയും പിടിച്ച് ജനത്തിൻ്റെ മുമ്പിൽ കാണിക്കണം. അപ്പോഴാണ് കൈക്കൂലി വാങ്ങുന്നവനും കൈക്കൂലി കൊടുക്കുന്നവനും ഇവിടെ പേടിയുണ്ടാവുള്ളൂ. കൈക്കൂലി വാങ്ങുന്നവനെ മാത്രം കാണിച്ചാൽ പോരാ, ആ കൈക്കൂലി കൊടുക്കുന്നവനെയും പിടിച്ച് ശിക്ഷിക്കണം. അപ്പോഴേ ഈ നിയമം ശക്തമാകുകയുള്ളൂ. എന്തായാലും ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സമാധാനിക്കാം. കാരണം ഈ നമ്മുടെ സമൂഹം അത്രയും ചളി വാരി തേച്ച് പുരണ്ട് കിടക്കുകയാണ്. അത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് വൃത്തിയാക്കേണ്ടി വരും എന്നതിന് യാതൊരു സംശയവുമില്ല.